തീപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരുപാട് നാളിന് ശേഷമാണ് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വരുന്നത്. അപ്പം നമുക്കിന്ന് തമിഴ്നാട് രീതിയിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം, കുക്കറിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങളുണ്ട്. മറ്റേ കുറേ ഒക്കെ ബിരിയാണിക്ക് നോർമലായിട്ട് ചേർക്കുന്ന കുറേ സാധനങ്ങളൊന്നുമില്ല, ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബോള, പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ബിരിയാണിക്ക് ഇടുന്ന പൂവ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മിക്സാക്കുക. ഒരു 5 മിനിറ്റ്, അതായത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി അത് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കറിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വഴണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാ നമുക്കത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചത്, ഞാൻ തന്നെ മിക്സ് അരച്ചതാണ്, സമമായിട്ട്. അതായത് ഇപ്പോൾ 1/4 കിലോ വെളുത്തുള്ളി ആണെങ്കിൽ 1/4 കിലോ ഇഞ്ചി, അതുപോലെ സമമായിട്ട് നമുക്ക് അരച്ച് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് പേര് പറയാൻ പാടില്ല എന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ ഒരു 2-3 സ്പൂൺ, 1 കിലോ ചിക്കന് ഒരു 2-3 സ്പൂൺ തൈര് ഞാൻ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഒരുപാട് ഒഴിക്കരുത്, പുളിപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ അരിക്ക് വെള്ളം ചേർക്കേണ്ടത്. പിന്നെ അതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇതും ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം അടിയിൽ കിടക്കുന്ന അരപ്പ് അടിയിൽ പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം സിമ്മിൽ വെക്കണം. ഓക്കെ, ഗ്യാസിൻ്റെ സ്റ്റൗ ആണെങ്കിൽ അത് സിമ്മിൽ വെച്ച്, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചാൽ വെക്കുന്നതെങ്കിൽ അത് ഒരുപാട് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്കത് ആ ചിക്കനകത്തുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ചിക്കൻ നമുക്കൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമുക്ക് ആ ചിക്കനും മസാല എല്ലാം കൂടെ പിടിച്ച് നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്നു. ചിക്കനും അതുപോലെ തന്നെ വെള്ളവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം അരിയിടാനായിട്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം എന്ന വിധേന വേണം ഇടാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അരിയിടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം മൂടി വയ്ക്കുക. 1 വിസിൽ മാത്രം ഇടുക. അപ്പം നമ്മുടെ വീട്ടിലുള്ള അരി തന്നെ എടുത്താൽ മതിയാവും. ബിരിയാണി അരി വേണമെന്നൊന്നുമില്ല, ബിരിയാണി അരി ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലുള്ള നമ്മൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വയ്ക്കുക. 1 വിസിൽ വിട്ട് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 വിസിൽ വിട്ട്, വിസിലടങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഓർമ്മയിലിരിക്കണം, വിസിലടങ്ങിയതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ആകും വിസിലൊന്ന് പോകാൻ വേണ്ടി, ആവിയെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ വിസിലെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാവുള്ളൂ. അപ്പം മിക്സ് ചെയ്ത് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.